الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم بتقوى الله أولا بنفسي وإياكم. فقال الله تبارك وتعالى: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. عن ابن عباس رضي الله تعالى عنهما قال: قال رسول الله صلى الله عليه وسلم: ما من أيام العمل الصالح فيهن أحب إلى الله من هذه الأيام 10. فقالوا: يا رسول الله ولا الجهاد في سبيل الله؟ فقال رسول الله صلى الله عليه وسلم: ولا الجهاد في سبيل الله إلا رجل خرج بنفسه وماله فلم يرجع. صدق نبينا محمد صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ മഹത്വമേറിയ ദിവസങ്ങളിൽ അല്ലാഹുവിൻ്റെ മസ്ജിദിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകിയ തമ്പുരാൻ അവൻ പ്രിയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും മഹത്വമായ അല്ലാഹുവിൻ്റെ മസ്ജിദുമായി ധാരാളമായി ബന്ധപ്പെടാനുള്ള സമയം ചെലവഴിക്കാനുള്ള സ്വാലിഹീങ്ങളുടെ ഗുണം നമുക്ക് നൽകുമാറാകട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പരിപൂർണമായി മാപ്പ് നൽകുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പടച്ചറപ്പിൻ്റെ പൊരുത്തത്തിലായി അവനിഷ്ടപ്പെടുന്ന പ്രിയപ്പെടുന്ന രീതിയിൽ ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വളരെ മഹത്വവും പ്രാധാന്യവുമേറിയ ദിവസങ്ങളിലാണ് നാം ഓരോരുത്തരും. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു: ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരം മാസങ്ങൾ 12 മാസങ്ങളാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതു മുതൽ മാസങ്ങളെ അല്ലാഹു തആല 12ആയി തരംതിരിച്ചു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു: മിൻഹാ 4 ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമേറിയ മഹത്വമേറിയ മാസങ്ങളാണ്. ആ മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, പവിത്രതയുണ്ട്, മഹത്വമുണ്ട്.
ആ മാസങ്ങളിൽ അല്ലാഹു തആല യുദ്ധത്തെ ഹറാമാക്കിയിരിക്കുകയാണ്, നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഇനി അവർ ഇങ്ങോട്ട് അക്രമവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ തന്നെ കഴിവിന്റെ പരമാവധി ഈ മാസങ്ങളിൽ ഒഴിവാക്കാനും അവരെ പിന്തിരിപ്പിക്കാനുമുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ആ മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മാസം ദുൽഖഅദ് മാസവും ദുൽഹജ്ജ് മാസവുമാണ്. ആ ദുൽഹജ്ജ് മാസം ഇന്ന് രാത്രി പിറ കാണുകയാണ് എങ്കിൽ നാളെ ദുൽഹജ്ജ് 1. ഇനി ഇന്ന് പിറ കണ്ടില്ല എങ്കിൽ മറ്റന്നാള് ഞായറാഴ്ച ദിവസം ദുൽഹജ്ജ് 1 ഉറപ്പാണ്. ദുൽഹജ്ജ് 1 മുതൽ ഹജ്ജിന്റെ അമലുകൾ തുടങ്ങുകയാണ്, ഹജ്ജുമായി ബന്ധപ്പെട്ട മഹത്വങ്ങൾ തുടങ്ങുകയാണ്. അല്ലാഹു തആല ചില ദിവസങ്ങൾക്ക് ചില പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു നൽകിയിട്ടുള്ള പ്രത്യേകത അവനുമായി അടുക്കാനുള്ള സാഹചര്യം കൂടുതലായി ആ ദിവസങ്ങളിൽ ഉള്ളതിന്റെ പേരിലാണ്. വെള്ളിയാഴ്ച ദിവസത്തിന് അല്ലാഹു തആല മഹത്വം നൽകിയത് ആ വെള്ളിയാഴ്ച ദിവസം കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് അല്ലാഹുവിലേക്ക് നാം കൂടുതലായി അടുക്കുന്നതിന്റെ പേരിലാണ്. അങ്ങനെ അല്ലാഹു തആല ദുൽഖഅദ് മാസത്തിൽ കൂടുതലായി അമലുകൾ കൊണ്ട് നേടാനായിട്ട് അല്ലാഹു മഹത്വത്തെ നൽകി. ദുൽഹജ്ജ് മാസത്തിലും അല്ലാഹു തആല ഒരുപാട് മഹത്വം നൽകി. ആ മഹത്വം, ആ പ്രത്യേകത അല്ലാഹുവുമായി അടുക്കുന്നതിലും അവനുമായി താല്പര്യം കൂടുന്നതിന്റെയും പേരിലാണ്. ദുൽഹജ്ജ് മാസത്തിന്റെ ആരംഭം മുതൽ ഏകദേശം 10 ദിവസം പെരുന്നാളിന്റെ അന്ന് വരെ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം, ഹറമിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷവും ഏകദേശം 3-4 ദിവസം ധാരാളമായി ഇബാദത്തുകൾ ചെയ്യാനും ആ ഇബാദത്തുകൾക്ക് അല്ലാഹു തആല ധാരാളമായി പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞതും അല്ലാഹുവുമായിട്ട് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭവുമായിട്ടാണ് അല്ലാഹു തആല ഈ ദിവസങ്ങളെ വെച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ചില ദിവസങ്ങളുണ്ട്. അതിലേറ്റവും അമലുകൾ കൊണ്ട് പ്രിയപ്പെട്ട ദിവസങ്ങൾ ദുൽഹജ്ജ് മാസത്തിന്റെ 1 മുതൽ 10 വരെയാണ്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തുകളുടെ ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങൾ ഈ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, വിശുദ്ധമായ റമദാൻ, പ്രത്യേകിച്ച് റമദാനിന്റെ അവസാനത്തെ 10 കുറിച്ചും ഇതുപോലെ ഒരുപാട് മഹത്വങ്ങൾ ഹദീസിൽ വന്നിട്ടുള്ളതാണ് എന്ന്. മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളുടെയും അഭിപ്രായം, അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചതായ വിശുദ്ധമായ റമദാനിന്റെ രാത്രികളിൽ, രാവുകളിൽ, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട രാത്രികൾ, ഇബാദത്തുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന രാത്രികൾ, അത് വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10ന്റെ രാത്രിയാണ്. പകലുകളിൽ ഏറ്റവും മഹത്വമുള്ളത്, കുറച്ചുകൂടി വിശദീകരിച്ചു പറഞ്ഞാൽ, മഹാരഥന്മാരായ ഇബ്നു തൈമിയ്യയെ പോലെയുള്ള, ശൈഖുൽ ഇസ്ലാമിനെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം, പകലുകളിൽ വിശുദ്ധമായ റമദാനിന്റെ, പ്രത്യേകിച്ച് വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10ന്റെ പകലുകളേക്കാൾ മഹത്വമുള്ള ഇബാദത്തുകൾക്ക് അല്ലാഹു തആല കൂടുതൽ പ്രതിഫലം നൽകുന്ന പകലുകൾ വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള പകലുകളാണ് എന്ന് മഹാന്മാർ അഭിപ്രായപ്പെടുകയാണ്. എന്താ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾക്ക് ഇത്രയും വലിയ മഹത്വം വരാൻ കാരണം, ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ഖുർആനിലും ചർച്ച നടക്കുന്നുണ്ട്. ആ ദുൽഹജ്ജ് മാസം വലിയ പ്രതീക്ഷയുടെ മാസമാണ്. ആ ദുൽഹജ്ജ് മാസം ഒരുപാട് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും സമ്മാനങ്ങൾ കിട്ടുന്ന മാസമാണ്. ആ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10ന് വിശുദ്ധമായ റമദാനിന്റെ പകലിനേക്കാളും വലിയ മഹത്വം വരാനുള്ള കാരണം, അല്ലാഹു ഏറ്റവും പ്രിയപ്പെടുന്ന വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ നിർബന്ധമായ, അല്ലെങ്കിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായ അമലുകളെ അല്ലാഹു തആല ഈ പകലുകളിൽ അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. റമദാനിന്റെ രാത്രിയിൽ അല്ലെങ്കിൽ റമദാനിന്റെ പകലിൽ നമുക്ക് നോമ്പ് നോക്കാൻ പറ്റും. റമദാനിന്റെ പകലിൽ നമുക്ക് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റും. റമദാനിന്റെ പകലിൽ നമുക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റും.
പക്ഷേ ഈ പകലുകളിലും അല്ലാഹു തആല നമസ്കാരത്തെ വെച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും ഉള്ളതുപോലെയുള്ള നമസ്കാരം, പ്രത്യേകിച്ച് രാത്രികളിൽ ധാരാളമായി നമ്മൾ നമസ്കരിക്കേണ്ട ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസം, പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസം. ഈ ദിവസങ്ങളിലും ധാരാളമായി വിശുദ്ധമായ ഖുർആൻ നാം പാരായണം ചെയ്യേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട നമസ്കാരത്തെ കുറിച്ച് മുഹദ്ദിസീങ്ങളുടെ അഭിപ്രായം, പെരുന്നാളിന്റെ അന്നത്തെ പെരുന്നാൾ ദിവസം, ആ പെരുന്നാളിന്റെ നമസ്കാരം അള്ളാഹു ഒരുപാട് മഹത്വവും പ്രതിഫലവും നൽകുന്ന നമസ്കാരമാണ്. ആ ദിവസത്തിൽ അള്ളാഹു തആല സകാത്തിനെ, സദഖയെ അള്ളാഹു തആല വെച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ നിരയായിട്ട് മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും എണ്ണുന്നത് ബലിപെരുന്നാളിന്റെ അന്നത്തെ ദിവസം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഈദ്ഗാഹിൽ അല്ലെങ്കിൽ മസ്ജിദിൽ വന്നിട്ട് നമ്മൾ നമസ്കരിച്ചിട്ട് പോയിട്ട് ആദ്യമായി ചെയ്യുന്ന, കഴിഞ്ഞ ആഴ്ച വിശാലമായി നാം വിശദീകരിച്ചതായ ഉദ്ഹിയ കർമ്മം, അത് സകാത്തിന് തൊട്ടടുത്ത് നിൽക്കുന്നതാണ് എന്ന് മഹാരഥന്മാരെ നമ്മൾ വിശദീകരിക്കുകയാണ്. ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, സമ്പത്തുള്ള മനുഷ്യന് നിർബന്ധമായിട്ടും ചെയ്യേണ്ട വാജിബായ അമലാണ് ഉദ്ഹിയ കർമ്മം. അല്ലാഹു തആല ഈ 10 ദിവസത്തിൽ അതും വെച്ചിട്ടുണ്ട്. അതിന് പിറകെ ഇങ്ങനെ വിശാലമായിട്ട് 2ഉം 3ഉം ദിവസവും പറഞ്ഞാൽ തീരാത്ത അത്രയും ഓരോന്നിനെ കുറിച്ചും മഹാന്മാർ വിശദീകരിക്കുകയാണ്. ദാനധർമ്മം അല്ലാഹു തആല ആ ദിവസങ്ങളിൽ ധാരാളമായി പ്രതിഫലം നൽകും. ധാരാളമായി ആ ദിവസങ്ങളിൽ നിങ്ങൾ സദഖ ചെയ്യും. നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുമായി സഹകരിക്കുന്നവർ, അർഹതപ്പെട്ടവർ, അവർക്ക് നിങ്ങൾ ധാരാളമായി ഈ ദിവസങ്ങളിൽ ദാനധർമ്മം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം, ഉപദേശം. ആ ദിവസങ്ങളിൽ വിശുദ്ധമായ ഖുർആൻ ധാരാളമായി നിങ്ങൾ പാരായണം ചെയ്യണം. ആ ദിവസങ്ങളിൽ അമലുകളെല്ലാം കൂടുതൽ ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ പ്രേരിപ്പിക്കുകയാ. വേറെ ഒരു ദിവസത്തിലും അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ അള്ളാഹു എത്രയാണോ പ്രിയപ്പെടുന്നത് അതിനേക്കാൾ കൂടുതൽ പ്രിയപ്പെടുന്ന ദിവസമാണ് ഈ 10 ദിവസം. അതുകൊണ്ട് എല്ലാ അമലുകളും ആ ദിവസത്തിൽ നിങ്ങൾ ധാരാളമായി ചെയ്യുന്നു. വേറെ ഒരു സമയത്തും ചെയ്യാൻ കഴിയാത്ത ഒരു അമല് കൂടി അല്ലാഹു തആല ആ ദിവസത്തിൽ വെച്ചിട്ടുണ്ട്. ആ അമല് വിശുദ്ധമായ ഹജ്ജ് കർമ്മമാണ്. വിശുദ്ധമായ റമദാനിൽ നമ്മൾ നോമ്പ് നോക്കും. ആ ഹജ്ജ് പെരുന്നാൾ അല്ലെങ്കിൽ ബലി പെരുന്നാളിന്റെ തൊട്ടു മുമ്പഴത്തെ ദിവസം അല്ലാഹു തആല വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നോമ്പും ഈ 10 ദിവസത്തിൽ അല്ലാഹു തആല നമുക്ക് നൽകി. അറഫ നോമ്പ് ഒരുപാട് മഹത്വമുള്ളത്. അതല്ലാതെയും ഈ ദിവസത്തിന്റെ 1 മുതൽ 10 വരെ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ അതിലേതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പ് പിടിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് വെച്ചിട്ട് മഹാരഥന്മാർ നമ്മളോട് ഉപദേശം നൽകുകയാണ്. ആ ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ നിങ്ങൾ നോമ്പ് നോക്കി അല്ലാഹു തആല ധാരാളമായി പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പ്രേരിപ്പിച്ചതാ. വേറെ ഒരു ദിവസത്തിലും ഇല്ലാത്ത അമല് ഹജ്ജിന്റെ അമലും ഈ 10 ദിവസത്തിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് എല്ലാ അമലുകളും സംയുക്തമായിട്ട് വന്ന, എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്ന ഈ 10 ദിവസത്തിന് അല്ലാഹു തആല ഇത്രയും വലിയ മഹത്വം തരാനുള്ള കാരണം ഇതാണ് എന്ന് മഹാന്മാര് വിശുദ്ധമായ ഖുർആനും ഹദീസും വെച്ചിട്ട് നമ്മളോട് വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫജ്ർ മക്കയിൽ അവതരിപ്പിച്ച വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സൂറത്ത്. കഴിവിന്റെ പരമാവധി നമ്മൾ ആ സൂറത്ത് പഠിക്കാൻ തയ്യാറാകി. വൽ ഫജ്ർ, ആദ്യത്തെ ഏകദേശം 2-3 ആയത്തുകൾ അല്ലാഹു തആല ചില വസ്തുക്കളെ, ചില യാഥാർത്ഥ്യങ്ങളെ വെച്ചിട്ട് സത്യം ചെയ്യുകയാ. അല്ലാഹു സത്യം ചെയ്യുകയാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതെങ്കിലും ഒരു നിർബന്ധിക സാഹചര്യത്തിൽ മാത്രമേ സത്യം ചെയ്യാൻ അനുവാദമുള്ളൂ. ആ നിർബന്ധിക സാഹചര്യത്തിൽ സത്യം ചെയ്യുമ്പോഴാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ നമുക്ക് അനുവാദവുമില്ല. വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ട് പറയട്ടെ, പലപ്പോഴും നമ്മുടെ ഇടയിൽ പല ആൾക്കാർ വാപ്പയെ കൊണ്ട് സത്യം ചെയ്യാറുണ്ട്, ഉമ്മയെ കൊണ്ട് സത്യം ചെയ്യാറുണ്ട്, ചില ആൾക്കാർ ചില പള്ളികളെ കൊണ്ട് സത്യം ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ശിർക്കുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് മഹാന്മാര് പറയുന്നു, അല്ലാഹു അല്ലാത്ത വേറെ ഏത് വസ്തുവിനെ കൊണ്ടും, വേറെ ഏത് മനുഷ്യരെ കൊണ്ടും, വേറെ ആരെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്താലും ആ സത്യം ശിർക്കുമായി ബന്ധപ്പെട്ടതാണ്. സത്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഇടയിലുള്ള സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സത്യം. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. അതായത് നമ്മൾ സംസാരിക്കുന്ന വ്യക്തി, നമ്മൾ സംബോധന ചെയ്ത വ്യക്തി, ആ വ്യക്തി നീ ഇന്നലെ അവിടെ വന്നില്ല എന്ന് പറയുമ്പോൾ വന്നു എന്ന് നമ്മൾ സമർത്ഥിക്കാനായിട്ട് പല തെളിവുകൾ പറയും. ആ തെളിവുകളൊന്നും അവിടെ പോരായ്മയായിട്ട് തോന്നുമ്പോൾ, ആ തെളിവുകളൊന്നും അവിടെ വേണ്ട രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോൾ അവസാനം പറയും അല്ലാഹുവാണ് സത്യം, ഞാൻ ഇന്നലെ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വന്നു എന്നതിന് അല്ലാഹു സാക്ഷിയാണ്, അല്ലാഹു കണ്ടിട്ടുണ്ട് എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അല്ലാഹുവിനെ നമ്മൾ ഇടയിൽ നിർത്തി ഞാൻ പറയുകയാണ് വാപ്പയാണ് സത്യം, ഞാൻ ഇന്നലെ വന്നു. എന്റെ വാപ്പയ്ക്ക് എങ്ങനെ കാണാനാ? ഇനി വാപ്പയും കൂട്ടത്തിലുണ്ടെങ്കിൽ വാപ്പയെ അടുത്ത് നിർത്തിയിട്ട് പറയാം,
എന്റെ വാപ്പയുണ്ടായിരുന്നു ചോദിച്ചു നോക്കിൻ, അല്ലെങ്കിൽ ഇന്ന മനുഷ്യരുണ്ടായിരുന്നു ചോദിച്ചു നോക്കിൻ. അതൊന്നും അവിടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ പറയാൻ പറ്റാത്തതിന്റെ പേരിൽ ആരും കണ്ടവരില്ല. നീ വന്നില്ല എന്ന് സംസാരിക്കപ്പെടുന്ന വ്യക്തി ഇങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോൾ വന്നു എന്ന് സമർത്ഥിക്കാനായിട്ട് നാം സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യും, വേറെ ഒന്നിനെ കൊണ്ടും സത്യം ചെയ്യാൻ അവകാശമില്ല. ചില ആൾക്കാർ ചില പള്ളികളുടെ പേര് പറഞ്ഞ് സത്യം ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമുക്കറിയാത്തതിന്റെ പേരില്ല. പള്ളിക്ക് ഒന്നിനും സാക്ഷിയാകാൻ പറ്റൂല. അവിടെ വന്ന് നമസ്കരിക്കുന്ന ആൾക്കാരെ കുറിച്ച് അള്ളാഹു നാളെ പറയുമ്പോൾ അവർ സാക്ഷി നിൽക്കും. അല്ലാതെ മറഞ്ഞ കാര്യത്തെ കുറിച്ച് പള്ളിക്ക് പറയാൻ പറ്റൂല, ഒരു പണ്ഡിതനും പറയാൻ പറ്റൂല, ഒരു വലിയനും പറയാൻ പറ്റൂല. അള്ളാഹുവിനെ മാത്രമേ നമുക്ക് സത്യം ചെയ്യാൻ അവകാശമുള്ളൂ. എന്നാൽ അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ ചില കാര്യങ്ങളെ വെച്ച് സത്യം ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം വിശദീകരിക്കുന്ന മുഫസ്സിരീങ്ങൾ പറയുന്നു, അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, ചില ഉപദേശങ്ങൾ, ചില ഗുണപാഠങ്ങൾ അള്ളാഹു തആല നമ്മളെ ഉണർത്താനായിട്ട്, അതിന്റെ കാര്യഗൗരവത്തിന്റെ കടുപ്പം മനസ്സിലാക്കാനായിട്ട് അള്ളാഹു തആല സത്യം ചെയ്യുകയാണ്. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ ഫജ്ർ. 2-3 ആയത്തുകൾ. മറ്റു പല സൂറത്തുകളിലും ചില ഒരു വിഷയങ്ങൾ അള്ളാഹു സത്യം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ 2 കാര്യം പറയാറുണ്ട്. ഇവിടെ അള്ളാഹു 3-4 വിഷയങ്ങൾ ഇങ്ങനെ സത്യം ചെയ്തിട്ട് പറയുകയാണ്. വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ആ പ്രഭാതത്തിൽ നടക്കുന്നതായ ചില അത്ഭുതകരമായ അള്ളാഹുവിന്റെ ചില പ്രതിഭാസങ്ങൾ നമ്മളെ അള്ളാഹു ഉണർത്തുകയാണ്. മരണാസന്നമായിരുന്നു നിന്റെ 1 മണിക്കൂറിന് മുമ്പ്, അല്ലെങ്കിൽ അരമണിക്കൂറിന് മുമ്പ്, നീ ഉണരുന്നതിന് തൊട്ടു മുമ്പ് നീ മരണാസന്നനായിരുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ അടുക്കൽ നടക്കുന്നതൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല. നിന്റെ അടുത്തുള്ളതായ ചലനം പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ മരണപ്പെട്ട് കിടന്ന നിന്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ തിരിച്ചു മടക്കിക്കൊണ്ടുവന്ന ആ പ്രഭാതം, അതൊരു അത്ഭുതമാണ്. അള്ളാഹു വിശദീകരിക്കുന്നു. അള്ളാഹുവിന്റെ ഖുദ്റത്ത് നീ മനസ്സിലാക്കണം. വൽ ഫജ്ർ, ഒരുപാട് വിശദീകരണം. നമ്മുടെ വിഷയം വളരെ ഗൗരവമേറിയത് കൊണ്ടും സമയക്കുറവ് കൊണ്ടും പെട്ടെന്ന് പറഞ്ഞു പോകുകയാ. വലയാലിൻ അശ്ർ, അള്ളാഹു തആല രണ്ടാമത് സത്യം ചെയ്യുന്നു. 10 രാത്രികൾ. അതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം മുഫസ്സിരീങ്ങളിലുണ്ട്. ഒന്നാമതായി ചില ആൾക്കാർ പറയുന്നു വിശുദ്ധമായ റമദാനിന്റെയാണ്, ചിലർ മുഹറത്തിന്റെയാണെന്ന് പറയുന്നു. എന്നാൽ പ്രബലമായ അഭിപ്രായം, ബഹുഭൂരിഭാഗത്തിന്റെയും അഭിപ്രായം, ഈ 10 ദിവസങ്ങൾ എന്നതുകൊണ്ട്, ഈ 10 രാത്രികൾ എന്നതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള രാത്രികളാണ് എന്ന ബഹുഭൂരിഭാഗത്തിന്റെയും അഭിപ്രായം. അതിന്റെ കാരണം, ജാഹിലിയ കാലഘട്ടത്തിലും വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുന്നതിന് മുമ്പും ജാഹിലിയകൾ 1-ാമത്തെ ദിവസം മുതൽ ദുൽഹജ്ജ് 10 വരെ അവർ പവിത്രതയോടുകൂടി കണ്ടിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ശിർക്കുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോഴും കഅബ ഷരീഫിന്റെ അകത്ത് ശിർക്കിന്റെ കുത്തകയായിട്ട് ഒരുപാട് വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോഴും ദുൽഹജ്ജ് മാസത്തിന്റെ 1 മുതൽ 10 വരെ അവർ പവിത്രത വെക്കുമായിരുന്നു, അവർ അതിന് മഹത്വം കൊടുക്കുമായിരുന്നു. ജാഹിലീങ്ങൾ ഈ ദിവസത്തെ കൊണ്ട് സത്യം ചെയ്യുന്നതും രീതി ഉണ്ടായിരുന്നു. അല്ലാഹു തആല ഈ 10 രാത്രികളെ കൊണ്ട്, നമ്മളെ 10 ദിവസങ്ങളെ കൊണ്ട്, ദുൽഹജ്ജ് മാസത്തിന് 1 മുതൽ 10 വരെ കൊണ്ട് അല്ലാഹു നമ്മളെ കുറെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം 2-3 വിഷയങ്ങൾ കൂടി പറഞ്ഞിട്ട് അല്ലാഹു തആല പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കുകയാണ്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലദീ ഹിജർ. അവസാനം അല്ലാഹു പറഞ്ഞു, ഈ സത്യങ്ങളിൽ ബുദ്ധിയുള്ള മനുഷ്യന് ഗുണപാഠമുണ്ട്, അതിൽ നിങ്ങൾക്ക് ഗുണപാഠമില്ലേ? വേറൊരു സാഹചര്യത്തിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകിയാൽ നമുക്കതൊക്കെ വിശദീകരിക്കാം. അല്ലാഹു തആല പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല ഉടനെ വിഷയത്തിലേക്ക് തുടങ്ങുകയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. വിശുദ്ധമായ ദുൽഹജ്ജ് മാസം, പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യവുമായി വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ആയത്തുകൾ ഗുണപാഠമായിട്ട് അല്ലാഹു തആല പ്രതീക്ഷയായിട്ട് ലോകത്തിന് മുമ്പിൽ ദുൽഹജ്ജ് മാസത്തിന്റെ 10 ദിവസത്തെ കൊണ്ട് ആണയിട്ടിട്ട് അല്ലാഹു തആല ചില യാഥാർത്ഥ്യം പറയുന്നു. ആദ്യം അല്ലാഹു പറയുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് സമുദായത്തിനോട് താങ്കളുടെ രക്ഷിതാവ് എന്താണ് പ്രവർത്തിച്ചത് എന്ന് അങ്ങേക്കറിയാമോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. ഇറമ ഗോത്രം എന്നറിയപ്പെടുന്നതായ തൂണുകളുടെ ആൾക്കാരെന്ന് ലോകത്തെല്ലാം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട അവരോട് എന്താണ് പ്രവർത്തിച്ചത് എന്ന് അങ്ങേക്കറിയാമോ? വിശുദ്ധ ഖുർആൻ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു അവരെ കുറിച്ച്. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ സൃഷ്ടിക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ നമ്മളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലഘട്ടം വരെ സൃഷ്ടിച്ചതായ മനുഷ്യർ, അവരിൽ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ശക്തിയും ഏറ്റവും കൂടുതൽ ആരോഗ്യവും ഏറ്റവും കൂടുതൽ ബലവും കഴിവും യോഗ്യതയും നൽകിയതായ ചില സമുദായങ്ങളിൽപ്പെട്ട ഒരു സമുദായമാണ് ഇറമ ഗോത്രം, ആദ് സമുദായം എന്ന് വിശുദ്ധമായ ഖുർആൻ.
അവരെ അറിയപ്പെടുന്നത് തൂണിന്റെ ആൾക്കാരെന്ന. എന്താ കാരണമെന്നറിയണ്ടേ? അവർ വെക്കുന്നതായ ഭവനങ്ങൾ, അവരുടെ പാർപ്പിടങ്ങൾ വലിയ പർവ്വതങ്ങൾക്കും മുകളിൽ നിൽക്കുന്നതായ വലിയ മണിമാളികകൾ നിർമ്മിക്കുന്നവരായിരുന്നു. വലിയ തൂണുകൾ പണിഞ്ഞിട്ട് ആ തൂണുകൾക്ക് മുകളിൽ താമസിക്കുന്ന ആൾക്കാരായിരുന്നു. എന്നിട്ട് അവർ കാരണം പറയുമായിരുന്നു, പ്രപഞ്ചത്തിലുണ്ടാകുന്നതായ ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാന്. തൊട്ടടുത്ത അല്ലാഹു തആല വീണ്ടും പറയുന്നു വേറൊരു സമുദായത്തെ കുറിച്ച്, അല്ലാഹു 2-3 ഗോത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു രണ്ടാമത് പറഞ്ഞു, അല്ലാഹു തആല ഇതുപോലെ ഒരു സൃഷ്ടിയെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഒരു നാടുകളിലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത അത്രയും വലിയ ഭവനങ്ങൾ നിർമ്മിക്കുന്ന ആരോഗ്യമുള്ള ദൃഢഗാത്രന്മാരായ ആചാനുഭാവുക്കളായ ഇവരെ പോലെ വേറെ ആരും ഉണ്ടാവില്ല ആ ഗോത്രം. അടുത്ത ആയത്തിൽ അല്ലാഹു തആല സമൂദ് ഗോത്രത്തെ കുറിച്ചും പറയുന്നു, അവരാരാണെന്ന് അറിയണ്ടേ? അവരും ഇവരെ പോലെ ജഗാഘടിയന്മാരായിരുന്നു, ശക്തന്മാരായിരുന്നു, ആചാരബാഹുക്കളായിരുന്നു, പർവ്വതങ്ങളെ പോലായിരുന്നു അവർ നടക്കുന്നത്. അവർ വലിയ പർവ്വതങ്ങളിൽ വന്ന് വീടുകൾ വെക്കും. എങ്ങനെയാ വീടുകൾ വെക്കുന്നതെന്ന് അറിയണ്ടേ? വിശുദ്ധ ഖുർആൻ വലിയ പർവ്വതങ്ങളിൽ വന്നിട്ട് അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് നഖങ്ങൾ കൊണ്ട് പാറ തുറന്ന് പാറകൾക്കുള്ളിൽ ഭവനങ്ങൾ നിർമ്മിച്ചിട്ട് സുരക്ഷിതരാണ് എന്ന് അവകാശപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു. അവരുടെ താഴ്വാരങ്ങളിൽ മലഞ്ചെരുവുകളിൽ വന്നിട്ട് അവർ പർവ്വതങ്ങളെ പൊളിച്ചിട്ട് അതിനെ തുറന്നിട്ട് അതിനകത്ത് വീടുണ്ടാക്കിയിട്ട് താമസിക്കുന്ന ആൾക്കാരായിരുന്നു. എന്നിട്ട് അല്ലാഹു തആല അവരെ കുറിച്ച് പറയുന്നുണ്ട്, ഒരുപാട് അതിക്രമങ്ങൾ കാണിച്ച അഹങ്കാരികളായ ആൾക്കാർ, കൺമുമ്പിലുള്ള സാധുക്കളെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന അഹങ്കാരികളായ ആൾക്കാർ. അവർക്ക് കിട്ടിയ അധികാരം, അവർക്ക് കിട്ടിയ സാമർഥ്യം, അവർക്ക് കിട്ടിയ യോഗ്യത ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താതെ ജനങ്ങളെ ഉപദ്രവിക്കാനായിട്ട് മാറ്റിവെച്ച വിഭാഗം വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തആല ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ ദിവസം കൊണ്ട് സത്യമിട്ടിട്ട് അല്ലാഹു തആല ലോകത്തിനോട് പറയുകയാ, വർത്തമാന കാലഘട്ടവുമായി വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അല്ലാഹു വിശദീകരിക്കുകയാ. മൂന്നാമതായി അല്ലാഹു തആല പറഞ്ഞു, ആണിയുടെ ആണി എന്നറിയപ്പെടുന്ന ഫറോവയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അവരോട് നിങ്ങളുടെ റബ്ബ് എന്താണ് പെരുമാറിയതെന്നറിയാമോ? പാവത്തുകളായ സാധുക്കളായ ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ നിർബന്ധിച്ചു കൊണ്ടുവന്ന് അവരുടെ ശരീരങ്ങളിലേക്ക് വലിയ ആണികൾ തറച്ചിട്ട് കൊന്നുകളയുന്ന, ആണി കൊണ്ട് ശിക്ഷിക്കുന്നവരെന്നറിയപ്പെടുന്നതായ ഫറോവയെ കുറിച്ച്, ഫറോവയോട് നിങ്ങളുടെ തമ്പുരാൻ എന്താണ് പ്രവർത്തിച്ചതെന്നറിയാമോ? വിശുദ്ധ ഖുർആൻ 3 പേരുടെ സംഭവം അല്ലാഹു തുടർച്ചയായിട്ട് പറഞ്ഞു. എന്നിട്ട് അവരോട് അല്ലാഹു തആല പ്രവർത്തിച്ചതും പറഞ്ഞു. വലിയ ശക്തന്മാരായ ആൾക്കാർ അല്ലാഹു തആല അവരെ ശിക്ഷിച്ചത് പലപ്പോഴും അങ്ങനെയാണ്. അല്ലാഹു തആല അധികാരം ഞങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്നതായ അല്ലാഹു തആല മറ്റാർക്കുമില്ലാത്ത ഏതെങ്കിലും ഒന്ന് നമുക്ക് നൽകുമ്പോൾ അതില്ലാത്തവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് അല്ലാഹു അടിക്കടി നമ്മളോട് ഉപദേശിക്കുമ്പോൾ ആ ഭാഗത്തേക്കൊന്നും പോകാതെ അല്ലാഹു തആല പ്രത്യേകമായി നമുക്ക് നൽകിയതായ അധികാരമോ സമ്പത്തോ വാക്ചാതുര്യമോ എന്തുമായിക്കൊള്ളട്ടെ അതിനെ മറ്റൊരു മനുഷ്യനെ സങ്കടപ്പെടുത്താൻ ഉപയോഗിക്കുന്നവർക്ക് അല്ലാഹു തആല താക്കീതായിട്ട് ഖിയാമത്ത് നാൾ വരെ പറയുകയാ, ഇങ്ങനെയുള്ള ശക്തന്മാരായ ആൾക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷ വളരെ ബലഹീനമായ ശിക്ഷയാണ് അല്ലാഹു കൊടുക്കുന്നത്. പക്ഷേ ആ ശിക്ഷ ബലഹീനമാണെന്ന് നമുക്ക് തോന്നുമ്പോഴും ആ ശക്തന്മാരെ അല്ലാഹു തആല ഭൂമുഖത്തേക്ക് ചവിട്ടിത്താഴ്ത്തുന്നത് വിശുദ്ധമായ ഖുർആൻ നമ്മൾ എടുത്തു പറയുകയാ. ശക്തന്മാരായ ആദ് സമൂഹം വലിയ പർവ്വതങ്ങൾ പൊളിച്ചു കൊണ്ടുവന്നിട്ട് ആ പർവ്വതങ്ങളുടെ വലിയ പാറകൾ കൊണ്ട് വലിയ തൂണുകൾ നിർമ്മിച്ചിട്ട് ലോകത്ത് ഇതുവരെയും ആരും നിർമ്മിച്ചിട്ടില്ലാത്ത വലിയ മണിമാളികകൾ പണിഞ്ഞിട്ട് ആകാശത്തിന് സമാനമായ, പർവ്വതത്തിന് സമാനമായ വലിയ മണിമാളികകളിൽ അമ്പര ചുംബികളിൽ വന്നിട്ട് സ്വസ്ഥമായി താമസിച്ചു. ഞങ്ങളെ ആരും നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അല്ലാഹു തആല പറയുകയാ, അല്ലാഹു അവരെ ശിക്ഷിച്ചത് ചില കാറ്റുകൾ കൊണ്ട്. ശക്തമായ കാറ്റ്, അതിഭയാനകമായ കാറ്റ്. ആ കാറ്റിനോടൊപ്പം അല്ലാഹു തആല ആ കാറ്റ് കാരണമായിട്ട് അവരുടെ സർവ്വതിനെയും വൈക്കോൽ കൂട്ടങ്ങൾ പോലെ അല്ലാഹു തആല തവിട് പൊടിയാക്കി മാറ്റി. വിശുദ്ധ ഖുർആൻ വലിയ പർവ്വതങ്ങൾ തുറന്ന് ആ പർവ്വതങ്ങളകത്ത് താമസിച്ചിരുന്നതായ കാലവിപത്തുകളൊന്നും ഞങ്ങളെ ബാധിക്കൂല, ശക്തമായ കാറ്റ് ഞങ്ങളെ ഏൽക്കൂല. കാരണം ഞങ്ങൾ താമസിക്കുന്നത് പർവ്വതങ്ങൾക്കുള്ളിലാണ്. ഭൂമിയിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്നതായ സമുദ്രത്തിൽ നിന്നും പൊങ്ങി വരുന്നതായ ജലഗണങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കൂല. ഞങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ ഏറ്റവും ഉയർന്ന ഭാഗത്ത് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന സമൂദ് ഗോത്രത്തിൽ അല്ലാഹു തആല ചെറിയ ശബ്ദം അല്ലാഹു തആല ഇറക്കി വിട്ടു. ആ ശബ്ദം കേട്ടിട്ട് അവർ അസ്വസ്ഥരായി. വണ്ട് മൂളുന്നത് പോലെയുള്ള ശബ്ദം തുടക്കം വന്നു. അവർക്ക് അസ്വസ്ഥമായി. ആ ശബ്ദത്തിന്റെ കടുപ്പം കൂടിക്കൂടി വന്നു. അവസാനം അതിഭയാനകമായ ശബ്ദത്തിന്റെ പേരിൽ ആചാരബാഹുക്കളായ പർവ്വത സമാനമായ അവരുടെ ശിരസ്സുകൾ തകർന്നുപോയി. വെറും ശബ്ദം കൊണ്ട് അല്ലാഹു
തആല അവരെ നശിപ്പിച്ചു കളഞ്ഞു. വിശുദ്ധ ഖുർആൻ അഹങ്കാരികളായി പോകുന്ന ആൾക്കാരെ മുഴുവനും അള്ളാഹു നശിപ്പിക്കുന്ന പാഠം വിശുദ്ധമായ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരുപാട് ഉപദ്രവിച്ചതായ നമ്രൂദ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു തആല ഒരു കൊതുകിനെ നമ്രൂദിന്റെ മൂക്കിനുള്ളിലൂടെ, ചില റിവായത്തുകളിൽ ചെവിക്കുള്ളിലൂടെ അകത്തേക്ക് കടന്നു. ഒരു കൊതുക്, ഹദീസിൽ കാണാം, അതൊരു ഞൊണ്ടിക്കൊതുകായിരുന്നു, ഒരു കാലില്ലാത്ത കൊതുകായിരുന്നു. എന്തിനാ പ്രിയപ്പെട്ടവരെ ലോകത്തിന് മുമ്പിൽ ഇത്രയും വലിയ വ്യക്തമായി വിശദീകരിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്? ആകാശത്തിലേക്ക് അമ്പെയ്തിട്ട് ഇബ്രാഹിമേ, നീ പറയുന്ന റബ്ബിനെ ഞാനിതാ കൊന്നിരിക്കുന്നു എന്ന് ആ അമ്പിന്റെ തുമ്പത്തുള്ള രക്തത്തുള്ളി കാണിച്ച് ജനങ്ങളുടെ മുമ്പിൽ പരിഹസിച്ചു കൊണ്ടിരുന്ന നമ്രൂദിനെ അല്ലാഹു തആല ഒരു ഞൊണ്ടിക്കൊതുകിനെ കാതിലേക്ക് കയറ്റിവിട്ടു. അത് പെറ്റുപെരുകി അകത്തുള്ളതെല്ലാം തിന്നു നശിപ്പിച്ചു. അവസാനം ചത്തൊടുങ്ങി ദുർഗന്ധം വമിക്കുന്ന ശിരസോടുകൂടി ഭൂമുഖത്തേക്ക് മറിഞ്ഞു വീണ നമ്രൂദിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഭൂമുഖത്ത് അഹങ്കാരം കാണിച്ച മുഴുവൻ ആൾക്കാരെയും അല്ലാഹു തആല ശിക്ഷിച്ചതിന്റെ പാഠം ദുൽഹജ്ജ് മാസത്തിന്റെ ദിവസങ്ങളെ കൊണ്ട് സത്യമിട്ടിട്ട് അല്ലാഹു തആല ലോകത്തിനോട് പറയുകയാ, പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം സ്വേച്ഛാധിപതികൾ എവിടെയെല്ലാം ഉയർന്നിട്ടുണ്ടോ അല്ലാഹു തആല നാണം കെടുത്തി നിന്ദിതപ്പെടുത്തിയതാണ് ലോകത്തിന്റെ ചരിത്രമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം പരാജയപ്പെട്ടു പോകുന്നതിനേക്കാളും നിന്ദ്യമായിട്ട് ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് രാജ്യത്തിന്റെ ഒരു ഭരണഘടന സ്വന്തമായിട്ട് തിരുത്താനുള്ള യോഗ്യതയും അതിന്റെ അവകാശവും സർവാധിപത്യവും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെട്ട ഒരു വിഭാഗം സാധുക്കളായ പീറ പാർട്ടികളുടെ മുമ്പിൽ കാല് പിടിക്കുന്ന ദുരന്തത്തിലേക്ക് അള്ളാഹു കൊണ്ടെത്തിച്ചു. അത് ദുൽഹജ്ജ് മാസത്തിന്റെ തുടക്കത്തിലാണ് എങ്കിൽ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എങ്കിൽ, ആകാശം സൃഷ്ടിച്ച കാലഘട്ടം മുതൽ അള്ളാഹു തആല ഭൂമുഖത്ത് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ദുൽഹജ്ജ് മാസം ഒരുപാട് അഹങ്കാരികളുടെ ചരിത്രം നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്, അവരുടെ പതനവും പറഞ്ഞു തരുന്നുണ്ട്. അതിന് കാരണക്കാരായ റബ്ബിനെ കൊണ്ട് ആത്മാർത്ഥമായി വിശ്വസിച്ച സാഹചര്യങ്ങളും സന്ദർഭവും പരിപൂർണമായിട്ട് പ്രതികൂലമായി നിൽക്കുമ്പോഴും എന്റെ റബ്ബ് ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, എന്റെ റബ്ബ് എന്റെ കാര്യമേക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന, ആ കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനുണ്ട് എങ്കിൽ അല്ലാഹു ഇത് ആവർത്തിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമ്മളെ ഖുർആനിലേക്ക് മടക്കുമാറാകട്ടെ. അള്ളാഹു തആല പറയുന്നു, ദുൽഹജ്ജ് മാസം ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദുൽഹജ്ജ് മാസം പ്രതീക്ഷയുടെ മാസമാണ്. ദുൽഹജ്ജ് മാസം വിശ്വാസം ഊട്ടി ഉറപ്പിക്കേണ്ട മാസമാണ്. ദുൽഹജ്ജ് മാസം അള്ളാഹുവിലേക്ക് അധികമായി അടുക്കേണ്ട മാസമാണ്. ദുൽഹജ്ജ് മാസം നിങ്ങൾക്ക് ഒരുപാട് മഹത്വത്തിലേക്ക് അള്ളാഹു തആല എത്തിക്കുന്നതിന്റെ കാരണമാണ് ദുൽഹജ്ജ് മാസം. സർവ്വതും വിട്ടിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വന്നിട്ട്, അള്ളാഹുവിനെ നീ വിളിച്ചതിന്റെ പേരിൽ നിന്റെ മുമ്പിൽ വന്നതാണ് എന്ന് എല്ലാ രാജ്യത്തു നിന്നും എല്ലാ പ്രദേശത്തു നിന്നും അവിടെയുള്ള ആൾക്കാരുടെ പ്രതിനിധികളായിട്ട് പോയ ഹുജ്ജാജുകൾ അള്ളാഹുവിന്റെ അതിഥികളായിട്ട് അള്ളാഹുവിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അള്ളാഹു തആല അത് കാരണമായിട്ട് ലോകത്തു മൊത്തം അനുഗ്രഹം ആകാശഭാഗത്തുനിന്നും ഭൂമിയിലേക്ക് അനുസൃതം വർഷിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുമ്പോൾ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ മുഅ്മിനായ നമുക്ക് നിരാശപ്പെട്ടിരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാ പ്രിയപ്പെട്ടവരെ മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാതിരിക്കാൻ കഴിയുന്നത്? അള്ളാഹു പറയുകയാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കിൻ. അതിനുള്ള പ്രധാനപ്പെട്ട ചില ദിവസങ്ങളാണ്, കാരണങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾ കത്തിച്ചെടുക്കുന്ന ആർജവം മരണം വരെ, സ്വർഗത്തിലെത്തുന്നത് വരെ നിങ്ങൾക്കത് പ്രതീക്ഷയായിട്ടുണ്ടാകുന്ന രീതിയിൽ ഈ ദിവസങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്താനെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയും നാം പറഞ്ഞതാ, വിശുദ്ധമായ റമദാനിൽ അള്ളാഹു തആല പറഞ്ഞ അതേ മഹത്വത്തോടു കൂടി, അതല്ലാത്ത മാസങ്ങളിലുള്ള മഹത്വത്തെ കൂടി, അല്ലെങ്കിൽ അതിനേക്കാളും മഹത്വത്തോടു കൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില ഇബാദത്തുകൾ, ആ ഇബാദത്തുകളിലേക്ക് നമ്മൾ മുൻപിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അവസരമാണ്. ദുൽഹജ്ജ് മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഉദ്ഹിയ കർമ്മത്തിന് വേണ്ടി നിയ്യത്ത് വെക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒന്നാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് പ്രതിഫലം എഴുതി തുടങ്ങി. നിങ്ങൾ നഖവും മുടിയും ഒന്നും വെട്ടാതെ നിങ്ങളിങ്ങനെ കാത്തു സൂക്ഷിച്ചു വെക്കണമേ. പെരുന്നാളിന്റെ അന്നത്തെ ദിവസം ആ മൃഗത്തെ, അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം, അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം ആ മൃഗത്തെ അറുക്കുന്നത് വരെ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ രോമകൂമങ്ങൾക്കും, നിങ്ങളുടെ ശരീരത്തിലെ നിങ്ങൾ മുറിച്ചു മാറ്റുന്നതായ നഖങ്ങൾക്ക് പോലും അള്ളാഹു തആല നിങ്ങളെ അതിന് സാക്ഷിയായിട്ട് നിൽക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഒരാൾ പോലും ഇതുപോലെയുള്ള നന്മകളിൽ നിന്നും പിറകോട്ട് നിൽക്കാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നന്മയായ ഉദ്ഹിയ കർമ്മം, പെരുന്നാളിന്റെ അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും മഹത്വമായ ഇബാദത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ ഒന്ന് തുടങ്ങുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ മറ്റന്നാൾ ഒന്ന് തുടങ്ങുകയാണ് എങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മളതുമായി ബന്ധപ്പെടണം, ഉദ്ഹിയ കർമ്മവുമായി ബന്ധപ്പെടണം.
അല്ലാഹു തആല നമുക്ക് മഹത്വത്തിന്റെ, അല്ലാഹു തആല നമുക്ക് നൽകിയ പ്രത്യേകതയുടെ ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ ധാരാളമായി ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് കൂടുതലായി അടുക്കാനുള്ള മഹത്വം. ഒരുപാട് ഹദീസുകൾ ഈ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ, ആ മാസത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാഹു പവിത്രമാക്കിയ മാസത്തിൽപ്പെട്ടതാ. അതിലെല്ലാ ദിവസത്തിലും പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യൻ. അറഫാ ദിവസത്തിന്റെ നോമ്പ് മാത്രമാക്കാതെ പറ്റുമെങ്കിൽ അതിനു മുമ്പ് പിടിക്കും. അറഫാ ദിവസത്തിന്റെ നോമ്പിന് പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ള നോമ്പ് നിങ്ങൾ പിടിക്കും. കഴിവിന്റെ പരമാവധി ദാനധർമ്മം ചെയ്യൻ. വിശുദ്ധമായ ഖുർആൻ നെഞ്ചോട് അടുപ്പിച്ചു വെക്കും. പ്രിയപ്പെട്ടവരെ, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലേക്ക് സുബഹിക്ക് വരുമ്പോൾ എന്തിനാ പ്രിയപ്പെട്ടവരെ മൊബൈലും കൊണ്ട് വരുന്നത്? അപ്പോഴെങ്കിലും നമ്മൾ വീട്ടിൽ വെക്കും മൊബൈല്. പള്ളിയിലേക്ക് വരും, കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന, നമ്മൾ വില കൊടുത്ത് വാങ്ങിയ, ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിയ നമ്മളുടെ മൊബൈലുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പള്ളിയിലേക്ക് വരും. സുബഹി നമസ്കാരം കഴിഞ്ഞ് അരമണിക്കൂർ നമ്മൾ അവിടെ ഇരിക്കും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. ഈ ദുൽഹജ്ജ് മാസത്തിന്റെയൊക്കെ മഹത്വം പറഞ്ഞിട്ട്, വിശുദ്ധമായ റമദാനിന്റെയൊക്കെ മഹത്വം പറഞ്ഞിട്ട്, ആ ദിവസങ്ങളിലുള്ളതായ അമലുകളുടെ പ്രതിഫലം ഒരുപാട് നൽകാമെന്ന് അല്ലാഹു പറയുന്നത് ആ ദിവസങ്ങളിൽ മാത്രം ചുരുങ്ങാനല്ല, ആ ദിവസങ്ങളിലൂടെ അതൊരു പടിയായിട്ട്, അതൊരു സ്റ്റെയർകേഴ്സ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ നന്മകളിലേക്ക് നമ്മൾ കയറിപ്പോകാനുള്ള ഒരു പടി, ഒരു വാതിൽ അല്ലാഹു നമുക്ക് തുറന്നു തരികയാ. അതിന്റെ പിറകെ നോക്കിയിട്ട്, അതിലേക്ക് നോക്കിയിട്ട് പിറങ്കാലം കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന അഹങ്കാരികളാകരുത് നമ്മൾ. അല്ലാഹു നൽകുന്ന അനുഗ്രഹം എനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് നടക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫർദ് നമസ്കാരം കൃത്യമാക്കണം. ഇതിലൂടെ ബാക്കിയുള്ള ദിവസങ്ങളിലും സുന്നത്ത് നമസ്കാരം അതിന് നിർബന്ധ ബുദ്ധി കാണിക്കണം. ഇതിലൂടെ ജീവിതത്തിന്റെ അവസാനം വരെ നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്തുകൾ, ദിക്റുകൾ, ദുആകൾ അത് പതിവാക്കണം. ദുൽഹജ്ജ് മാസത്തിന്റെ 10 വേണ്ടി മാത്രമല്ല, ഇതിലൂടെ ജീവിതത്തിന്റെ അവസാനം വരെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് മാസം സ്വീകരിക്കപ്പെടുന്നവരിൽ അല്ലാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നും ആരെല്ലാം ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ടോ നമുക്കും അവിടെ എത്താനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد. വിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില മസ്അലകളാണ് രണ്ടാമത്തെ ഖുതുബയിൽ 2-3 ആഴ്ചകളായി നാം ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഹജ്ജുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില ചർച്ചകളാണ് ഒരു മനുഷ്യന്റെ കടവുമായി ബന്ധപ്പെട്ടത്. ഒരാൾക്ക് കുറെ കടമുണ്ട്, ന്യായമായ കാരണത്തിന് വേണ്ടി വാങ്ങിയ കടമാണ്. ആ കടമുള്ള മനുഷ്യനെ ഹജ്ജിന് പോകാൻ പാടില്ല എന്ന് നമ്മളിങ്ങനെ ധരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആർക്കാണോ കൊടുക്കാനുള്ളത് ആ മനുഷ്യനോട് പറയുകയാണ്, സമയനിശ്ചിതം, അതായത് ഞാൻ അടുത്ത 6 മാസത്തിന് ശേഷം, അല്ല എങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള സമയം കഴിഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ വന്നിട്ടുണ്ട്, എനിക്ക് ഹജ്ജ് നിർബന്ധമായതായിരുന്നു നേരത്തെ, പക്ഷെ ഞാൻ ചെയ്തില്ല, എനിക്ക് ഈ ഹജ്ജിന് പോകാനുള്ള ഇത്രയും പൈസ നിങ്ങൾക്ക് തന്നാൽ കടം വീട്ടാൻ പറ്റും, പക്ഷെ ഞാൻ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നാൽ എനിക്ക് വേറെയും പൈസ വരാൻ സാധ്യതയുണ്ട്, വരും, അപ്പോൾ നിങ്ങളുടെ സമ്പത്ത് ഞാൻ തിരിച്ചു തരും. അതല്ല എങ്കിൽ എൻ്റെ മാന്യമായ അവകാശം അല്ലെങ്കിൽ മാന്യമായ ജീവിതത്തിന് പ്രതികൂലമാകാത്ത മറ്റു ചില സമ്പത്തുകൾ എനിക്കുണ്ട്, അത് വിറ്റിട്ട് താങ്കളുടെ സമ്പത്ത് എനിക്ക് തരാൻ കഴിയും, പക്ഷെ ഞാൻ ഹജ്ജിന് പോയിട്ട് വന്നിട്ടാണ് തരാൻ പറ്റുന്നത് എന്ന് ആ മനുഷ്യൻ സമ്മതിക്കുകയാണ് എങ്കിൽ ഈ മനുഷ്യന് കടക്കാരനായിട്ട് ഹജ്ജിന് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ സംസാരിക്കാൻ തയ്യാറാവില്ല. കടവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വിഷയം തന്നെ എടുക്കേണ്ടതാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി പല ആൾക്കാരും കടം ചോദിക്കാനായിട്ട് വരും. കടം കൊടുക്കൽ സുന്നത്താണ്, വലിയ പ്രതിഫലമുള്ളതാണ്. ഒരു മനുഷ്യന് ആവശ്യം വന്നു, കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളിടത്ത് ചോദിക്കുകയും ചെയ്യാം. സഹാബാക്കൾ ചെയ്തതാ, അള്ളാഹുവിന്റെ റസൂല് ചെയ്തതാ.
ഹറാമുമായി ബന്ധപ്പെടാതെ, പലിശയുമായി ബന്ധപ്പെടാതെ സാധ്യതയുള്ളിടത്ത് പോകാം. പക്ഷെ കൃത്യമായ സമയത്ത് കൊടുക്കൽ ബാധ്യതയാണ്. വിശുദ്ധമായ ഖുർആനിൽ ഒരു പേജ് വേറെ ഒരു സൂറത്തിലുമില്ല. അതിന്റെ ഒരു ആയത്ത് ഒരു പേജാണ്, തുടക്കം മുതൽ അവസാനം വരെ. സൂറത്തുൽ ബഖറ ഒരു പേജ് ഒരു ആയത്താണ്. വേറെ ഒരു സൂറത്തിലും വേറെ ഒരു സ്ഥലത്തും കാണാൻ കഴിയില്ല ഇതുപോലെ. അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹു പറയുന്നത്, നിങ്ങൾ വാങ്ങുന്ന സമ്പത്ത്, കടം, നിങ്ങൾ അത് എഴുതി വെക്കണം. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ അറിയിക്കണം. രഹസ്യമായിട്ട് കടം വാങ്ങി രഹസ്യമായിട്ട് നിങ്ങളത് കൊണ്ടു നടക്കരുത്. കാരണം നിങ്ങൾ മരണപ്പെട്ടു പോയാൽ ആ ബാധ്യത ആഖിറത്തിലേക്ക് മാറി നിൽക്കും. ഒരു ആയത്ത്, ഒരു പേജുള്ള ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് കടം വാങ്ങുന്ന ആൾക്കാർ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായാലും രക്ഷപ്പെട്ട് നടക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. സാധാരണ പറയാറുള്ളത് പോലെ പൈസ കൊടുത്ത് ശത്രുവിനെ വാങ്ങുകയാ. കടം കൊടുത്തു ഇല്ല എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞായിരുന്നുവെങ്കിൽ ഇത് കാരണമായിട്ട് വലിയ നന്മകൾ, പല നന്മകളും നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. ഒരു പ്രാവശ്യം ചോദിച്ചു, സമയത്ത് കൊടുത്തില്ല, അല്ലെങ്കിൽ മാന്യമായി അതിന്റെ പെരുമാറ്റം ഉണ്ടായില്ല. അതുകൊണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിലും ആര് വന്ന് ചോദിച്ചാലും കൊടുക്കൂല. എന്താ കാരണം? നേരിട്ടടുത്ത അനുഭവം ആ മനുഷ്യന്റെ പാഠമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സമുദായത്തിന്റെ ദുരന്തമാകാൻ പാടില്ല. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യന്റെ കടം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഹജ്ജിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് വിശാലമായി പറഞ്ഞതാ. എങ്കിലും പല ആൾക്കാരും അതിന്റെ പേരിൽ ഹജ്ജ് ചെയ്യാതെ നിൽക്കുന്ന വലിയ ഗൗരവകരമായ, വളരെയേറെ ഗുരുതരമായ ഒരു പാപമായതിന്റെ പേരിൽ അത് വീണ്ടും ഒന്നുകൂടി വിശദീകരിക്കുകയാ. ഒരു മനുഷ്യന്റെ കടം, ഹജ്ജിൽ നിന്നും ഒഴിവാകാൻ പറ്റുന്ന കടം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ മാന്യമായ ഒരു പാർപ്പിടം, ആ മനുഷ്യന്റെ മാന്യമായ ഒരു വ്യവസായം, ആ മനുഷ്യന്റെ മാന്യമായ ബിസിനസ്, അല്ലെങ്കിൽ അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന ന്യായമായ കടമാണ്. അതിനപ്പുറം ആവശ്യത്തിലധികം ഒരു ഭവന നിർമ്മാണം, ആവശ്യത്തിലധികമായ ആഡംബര നിർമ്മാണം, അതിനുവേണ്ടി വന്നതായ കടം, ഒരു പറമ്പുണ്ട്, അതിനപ്പുറം വേറൊരു പറമ്പ് വാങ്ങി, ആ പറമ്പ് വാങ്ങിയതിന്റെ ലക്ഷ്യം തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ്സാണ്, അതിന്റെ പേരിൽ വന്ന കടമാണ്. ഒരു വാഹനം മാന്യമായതുണ്ട്, അതിനപ്പുറം വീണ്ടും CC ഇട്ടിട്ട് ഒരു വാഹനം വാങ്ങി കുറേ വർഷത്തെ കടവുമായിട്ട് കൊണ്ടു നടക്കുകയാ. ഇതുപോലെയുള്ള കാരണമൊന്നും അള്ളാഹുവാണ് സത്യം. ഹജ്ജിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു പിതാവിന് കടമുണ്ട് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട്. ആ പിതാവ് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കിയപ്പോൾ കുറെ തുകയുമുണ്ട്. ആ തുകയുമായി ബന്ധപ്പെട്ട് ഫുഖഹാക്കൾ ആദ്യം പഠിപ്പിക്കുന്നത്, ആ മനുഷ്യന് ഹജ്ജിന്റെ കടമുണ്ട് എങ്കിൽ ആ മനുഷ്യന്റെ ഹജ്ജ് നിർവഹിക്കാനായിട്ട് ഈ സമ്പത്ത് മാറ്റിവെക്കണം. അനന്തരമായി വീതിക്കപ്പെടുന്നതിന് മുമ്പ് ഇത് പറയാൻ കാരണം, പല ആൾക്കാരും മാതാപിതാക്കൾ മരണപ്പെടുമ്പോൾ അവരുടെ സമ്പത്ത് അനന്തര സ്വത്തുക്കളായിട്ട് വീതിക്കാറുണ്ട്. അതിൽ പ്രശ്നം വരുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാറുണ്ട്. ആരും നോക്കാറില്ല. വാപ്പയ്ക്ക് ഹജ്ജ് എപ്പോഴെങ്കിലും നിർബന്ധമായിട്ടുണ്ടായിരുന്നു, സമ്പത്ത് ഹജ്ജ് ചെയ്യാനുള്ള അവസ്ഥയുണ്ടായിരുന്നു. ഉമ്മയുടെ പേരിൽ കുറെ പറമ്പ് നടന്നു. പാവം ഉമ്മയുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആരും പരിഗണിക്കൂല ആ സാധു സ്ത്രീയെ. ഹജ്ജ് ആണുങ്ങൾക്ക് മാത്രമാണെന്ന ചില ആൾക്കാരുടെ ധാരണ. ആ സാധുവായ സ്ത്രീയെ വിവാഹം കഴിപ്പിച്ച് വിട്ടപ്പോൾ അവളുടെ വാപ്പ പാടുപെട്ട് കഷ്ടപ്പെട്ട കുറെ പറമ്പ് കൂടി നൽകിയിരുന്നു. അത് അവൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. അത് നിന്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാ, അല്ലെങ്കിൽ നിന്റെ ഉമ്മയ്ക്ക് അവകാശപ്പെട്ടതാ. ഉമ്മയുടെ സമ്പത്തായിട്ട് അതിനെ പരിഗണിക്കണം. ഉമ്മ മരണപ്പെട്ടു അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അത് വിറ്റിട്ടാണ് എങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എങ്കിൽ, അതുകൊണ്ട് ഉമ്മയെ ഹജ്ജിന് വിടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിടൽ നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ. ഇനി ഉമ്മ മരണപ്പെട്ടു പോയതാ, ഉമ്മയുടെ സമ്പത്ത് വീതിക്കപ്പെടുമ്പോൾ ആദ്യം നിങ്ങൾ പരിഗണിക്കേണ്ടത്, ഉമ്മയ്ക്ക് ഹജ്ജ് നിർബന്ധമായിരുന്നു, ഈ സ്വത്ത് ഉമ്മയുടെ പേരിലായിരുന്നു. ഉമ്മയ്ക്ക് പ്രത്യേകിച്ച് വേറെ ബാധ്യതയൊന്നുമില്ല. കാരണം ബാധ്യത മുഴുവനും അള്ളാഹു തആല ഉപ്പയുടെ മേലെ ഏൽപ്പിച്ചു. ആ ഉമ്മയുടെ ബാക്കി വന്ന സ്വത്താണ്. ആ സ്വത്ത് കൊണ്ട് ഉമ്മയ്ക്ക് ഹജ്ജിന് പോകാൻ പറ്റുമായിരുന്നു. എന്നിട്ട് ഉമ്മ ഹജ്ജിന് പോയില്ല. നമ്മളല്ലെങ്കിൽ പറഞ്ഞില്ല. അതിന്റെ സാഹചര്യം, അങ്ങനത്തെ ചർച്ച നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് നമ്മൾ ആരും അത് ചർച്ചയും ചെയ്തില്ല. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു മകൻ അവന്റെ അവകാശത്തിനപ്പുറം അതുകൂടി എടുത്തിട്ട് ആ ഉമ്മയുടെ ഭാഗത്തിന്റെ വിലയായിട്ട് ഉമ്മയ്ക്ക് വേണ്ടി നിർബന്ധമായിട്ടും ഒന്നെങ്കിൽ നിങ്ങളെ ഹജ്ജ് ചെയ്യൽ, അല്ലെങ്കിൽ അർഹതപ്പെട്ടവരെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കണം. അള്ളാഹു നമുക്ക് സൂക്ഷ്മത പുലർത്താനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഇല്ല എങ്കിൽ ഇവിടെ നമുക്ക് പലതും പറഞ്ഞ് രക്ഷപ്പെടാം, അള്ളാഹിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد اللهم اغفر وارحم وارض عن أصحاب رسولك محمد صلى الله عليه وسلم خصوصا من أولهم إلى آخرهم يا أرحم الراحمين
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار റഹീമായ നാഥ, കരുണയുള്ള തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അള്ളാഹു, നീ മഹത്വം കൽപ്പിച്ചതിന് മഹത്വം കൽപ്പിക്കുന്ന മനസ്സ് നീ ഞങ്ങൾക്കും നൽകണേ തമ്പുരാനെ. അള്ളാഹു, പ്രത്യേകിച്ച് ഹജ്ജിന്റെ മാസങ്ങളിൽ, അള്ളാഹു ഹജ്ജിന്റെ ദിവസങ്ങളിൽ, അള്ളാഹു ഞങ്ങളിൽ ഹജ്ജിന് നിർബന്ധമായ ആൾക്കാർക്ക് ഏറ്റവും അടുത്ത സമയത്ത് ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ദീനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുമായി സ്വന്തമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ കടമായ ഹജ്ജ് നിർവഹിക്കാനുള്ള ഭാഗ്യം അതിന്റെ അർഹതപ്പെട്ടവർക്ക് നീ നൽകണേ തമ്പുരാനെ. അള്ളാഹു, ഹജ്ജ് മാസത്തെ മഹത്വമായി കണ്ട് ഇബാദത്തുകളിൽ കൂടുതലായി നിന്നിലേക്ക് അടുക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. അള്ളാഹു, ഞങ്ങളുടെ ഇടയിൽ സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി പ്രയാസമുള്ളവർ, അള്ളാഹു, എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ തമ്പുരാനെ. അള്ളാഹു, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവരുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ മാറ്റിക്കൊടുക്കണേ, ഹലാലായ ആഗ്രഹങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ബുദ്ധിമുട്ടുകളെയെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അള്ളാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അള്ളാഹു, പ്രത്യേകിച്ച് ഞങ്ങളുമായി സഹകരിക്കുന്ന സഹോദരന്റെ സഹോദരി അള്ളാഹു മരണപ്പെട്ടു, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അള്ളാഹു, ഞങ്ങളിൽ ഉദ്ഹിയ നിയ്യത്ത് ചെയ്തവർക്ക് അള്ളാഹു തആല അതിന്റെ പ്രതിഫലമെല്ലാം പരിപൂർണമായിട്ട് നീ നൽകണേ അല്ലാഹ്. അള്ളാഹു, അതിന്റെ ശരീരമാസകലം പ്രതിഫലമാണെന്നതിന്റെ ഹബീബ് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകി തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളിൽ ഇനിയും അതിന് തയ്യാറാകാത്തവർക്ക് തയ്യാറാകാനുള്ള മനസ്സ് നീ നൽകണേ അല്ലാഹ്. അള്ളാഹു, ഞങ്ങളെ എല്ലാവരെയും നന്മയിൽ നീ ഖൈറിലും ബർക്കത്തിലും സന്തോഷത്തിലുമാക്കി തരണം തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.